നമസ്കാരം. ഇന്നത്തെ ഇതിഹാസ വാചാലയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 1. ഈ മാസം മുഴുവൻ നമ്മൾ രാമായണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. രാമന്റെ അയനമാണ് രാമായണം. വാൽമീകിയാണ് രാമായണം രചിച്ചത്. രാമായണത്തിനെ ആദ്യ കാവ്യം എന്നാണ് പറയുന്നത്, ആദ്യത്തെ കാവ്യം എന്നാണ് പറയുന്നത്. വാൽമീകിയാണ് ആദ്യത്തെ കവിയും. അപ്പോൾ രാമായണത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, സീതായാഹ ചരിതം. അതായത് രാമന്റെ കഥ മാത്രമല്ല രാമായണം, സീതയുടെയും കൂടി കഥയാണെന്നുള്ളതാണ് ഈ പേര് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറൊരു പേരും കൂടിയുണ്ട് രാമായണത്തിന്, പൗലസ്ത്യവധം. പൗലസ്ത്യൻ എന്ന് പറഞ്ഞാൽ രാവണൻ. പുലസ്ത്യന്റെ ചെറുമകനായതുകൊണ്ടാണ് രാവണന് പൗലസ്ത്യൻ എന്ന് പേര് വന്നത്. അങ്ങനെ പൗലസ്ത്യവധ എന്ന് പറഞ്ഞാൽ പൗലസ്ത്യനെ കൊന്ന കഥ. അങ്ങനെ അതും രാമായണത്തിന് അങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. ഇപ്പൊ രാമായണം തുടങ്ങുന്നത് വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്നാണ്. വാൽമീകി ഒരു ദിവസം തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തൻ്റെ മുമ്പിൽ നാരദൻ പ്രത്യക്ഷപ്പെട്ടു. നാരദനും വാൽമീകിയും കൂടി കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞ് വാൽമീകി നാരദനോട് ചോദിക്കുകയാണ്, എല്ലാ രീതിയിലും ധർമ്മവും ജ്ഞാനവും ഗുണങ്ങളും ചേർന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നാരദൻ പറയുകയാണ്, ഉണ്ട്, ഒരാളുണ്ട്, ശ്രീരാമചന്ദ്രൻ. അയോധ്യയുടെ രാജാവായ ശ്രീരാമൻ എല്ലാ ഗുണങ്ങളും ചേർന്ന ഒരാളാണ്. അപ്പോൾ വാൽമീകി ചോദിക്കുകയാണോ, എന്താ ശ്രീരാമന്റെ ഗുണങ്ങൾ? അപ്പോൾ നാരദൻ ശ്രീരാമന്റെ കഥ, ശ്രീരാമന്റെ ജീവിതം മുഴുവൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് വാൽമീകിക്ക് വളരെ സന്തോഷമാവും. അങ്ങനെ പിന്നീട് നാരദൻ അവിടുന്ന് പോകും. കുറച്ച് കഴിഞ്ഞ് സന്ധ്യാവന്ദനം കഴിക്കണ സമയമാവും. വാൽമീകി താമസ നദിയുടെ അടുത്തേക്ക് പോവുകയാണ്. താമസ നദിയിൽ പോയാണ് സന്ധ്യാവന്ദനം കഴിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മരത്തിൽ 2 ക്രൗഞ്ച പക്ഷികൾ ഇരിക്കുന്നു, ആണും പെണ്ണും. അപ്പോൾ ഈ ക്രൗഞ്ച പക്ഷികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ഒരു എണയെ കാണുകയുള്ളൂ, അവരത് വിട്ടു പോവില്ല, അങ്ങനെയാണ്. അപ്പോൾ അവരുടെ സ്നേഹം കണ്ട് വാൽമീകിക്ക് വളരെ സന്തോഷം തോന്നി. പെട്ടെന്ന് ഒരമ്പ് വന്ന് അതിൽ നിന്ന് ആണിനെ കൊന്ന് താഴെ ഇട്ടു. അപ്പോൾ വാൽമീകി വല്ലാണ്ട് ഞെട്ടിപ്പോയി. കാരണം വാൽമീകി വല്ലാണ്ട് സന്തോഷം തോന്നി. പെട്ടെന്ന് ആ ക്രൗഞ്ചപ്പക്ഷി താഴെ വീണു. വാൽമീകി ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ ഒരു വേടനാണ് അതിനെ അമ്പ് ചെയ്തിട്ടത്. അപ്പോൾ വേടനോട് പറയുകയാണ്, ഇവര് ഇണയാണ്, ജീവിതം മുഴുവൻ അവർക്ക് അവർ 2 പേരേ ഉള്ളൂ, നീ അതിലൊരാളെ ആണല്ലോ കൊന്നത് എന്ന് പറഞ്ഞ് വാൽമീകിക്ക് വളരെ ദേഷ്യം വരിക. വാൽമീകി എന്നിട്ട് ശപിക്കുകയാണ് ഈ വേടനെ. അതൊരു ശ്ലോക രൂപത്തിലാണ് വാൽമീകി ശപിക്കുന്നത് പോലും. അപ്പോൾ വാൽമീകി വല്ലാണ്ട് ദേഷ്യം വന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വാൽമീകി ഇരുന്ന് ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു അല്ലേ, ഞാൻ ആ ശപിക്കണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ ഞാൻ ശപിച്ചപ്പോഴും അത് ശ്ലോക രൂപത്തിലാണ് ശപിച്ചത്, ആദ്യത്തെ ശ്ലോകമാണത്. അപ്പോൾ എന്താ ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വാൽമീകിയുടെ ശിഷ്യനുണ്ട്, ഭരദ്വാജൻ എന്ന് പറഞ്ഞ ഒരു മഹർഷി. അങ്ങനെ ഭരദ്വാജനോട് ഇത് സംസാരിക്കുകയാണ്. കേട്ട് കഴിയുമ്പോൾ ഭരദ്വാജൻ ചോദിക്കുകയാണ്, എന്നാൽ അങ്ങേക്ക് ശ്ലോകങ്ങൾ എഴുതാൻ തുടങ്ങിക്കൂടെ, ശ്ലോകങ്ങൾ രചിച്ചൂടെയും ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വാൽമീകി വിചാരിക്കുക, എന്നാൽ ശ്രീരാമചന്ദ്രന്റെ കഥ എഴുതാം, രാമായണം എന്നതിന് പേരിടാം, അതായത് രാമന്റെ അയനം, അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ വാൽമീകി രാമായണം രചിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിനക്ക് രാമൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം കാണാനുള്ള ശക്തി ഞാൻ തരുകയാണ്. നിനക്ക് ഓരോ കാര്യങ്ങളും നടന്നതുപോലെ നിനക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഓരോ ആൾക്കാരും മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്ന് കൂടി നിനക്കറിയാൻ പറ്റും. അപ്പം നിനക്ക് നന്നായിട്ട് സത്യസന്ധമായിട്ട് നിനക്ക് രാമായണം രചിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തിട്ട് ബ്രഹ്മാവ് പോകും. അതിൽ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളും 500 സർഗങ്ങളും 6 കാണ്ഡങ്ങളായിട്ടും വാൽമീകി അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ടിത് രചിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ വിശ്വസ്തരായ കുറച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വാൽമീകി പിന്നീട് 2 ചെറിയ കൊച്ചു ശിഷ്യന്മാരുണ്ട് വാൽമീകി, ലവനും കുശൻ എന്നും പറഞ്ഞ 2 ശിഷ്യന്മാർ. അവർക്കും ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ശിഷ്യന്മാരാണ് അവർ 2, ലവനും കുശനും. ഏറ്റവും ബുദ്ധിയും ഉള്ളവരാണ് അവർ, സാമർഥ്യവും എല്ലാ രീതിയിലും കഴിവ് ഉള്ളവരാണ് അവർ 2. ഇത് ലവനും കുശനും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അവരെല്ലാ ദിവസവും ഇത് ചൊല്ലാൻ തുടങ്ങും. ആദ്യം ഇവർ ദേവന്മാരുടെയും ഋഷിമാരുടെയും മുമ്പിലാണ് അത് ചൊല്ലുന്നത്. ഇത് കേട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും. അവർ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കും, ഇവരെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് ഇത് പലരുടെയും മുമ്പിൽ പോയി നാട് മുഴുവൻ നടന്ന് ഇവർ ചൊല്ലുകയാണ് ഈ രാമായണം.
അപ്പോൾ കേൾക്കുന്നവർക്ക് മുഴുവൻ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഇത് കേൾക്കുന്നവരൊക്കെ ഇവർക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ ചെവിയിലെത്തും ശ്രീരാമനെ കുറിച്ച് ഇങ്ങനെ പാടി നടക്കുന്നു 2 കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ ശ്രീരാമൻ അവരെ അയോധ്യ രാജ്യത്തിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ രാജകൊട്ടാരത്തിൽ അവരെത്തി ശ്രീരാമൻ്റെ മുമ്പിൽ നിന്ന് അവർ രാമായണം ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത്. ഇതിഹാസവാചാരുടെ എപ്പിസോഡ് ഇന്നിവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.